കേരളത്തിന്റെ ഉൽപ്പന്നമായ ചിരട്ടയ്ക്കിപ്പോൾ പൊന്നും വിലയാണ്. മുൻപ് പാഴായിക്കളഞ്ഞിരുന്ന ഒരു വസ്തുവായിരുന്നു ചിരട്ട. എന്നാൽ ഇന്ന് ചിരട്ട ഒരു പ്രധാന വാണിജ്യ ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു. ഇത് കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഒരുപോലെ വലിയ സ്വാധീനം ചെലുത്തുന്നു. ചിരട്ടയുടെ വിലവർധനവിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ചിരട്ട ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. ചിരട്ടക്കരി, ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, ചിരട്ടപ്പൊടി തുടങ്ങിയവയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇത് ചിരട്ടയുടെ കയറ്റുമതി വർദ്ധിക്കുകയും ആഭ്യന്തര വിപണിയിൽ ക്ഷാമം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചിരട്ട ഇപ്പോൾ പല വ്യവസായങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സജീവമാക്കിയ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്ന ചിരട്ടയാണ് പ്രധാന അസംസ്കൃത വസ്തു. ഈ കാർബൺ ജലശുദ്ധീകരണം, വായു ശുദ്ധീകരണം, വൈദ്യശാസ്ത്രം, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും പാചക ആവശ്യങ്ങൾക്കായി ചിരട്ട വ്യാപകമായി ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും രോഗങ്ങളും കാരണം സമീപകാലത്ത് നാളികേര ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി ചിരട്ടയുടെ ലഭ്യതയും ബാധിച്ചു. ആവശ്യകത കൂടിയ സാഹചര്യത്തിൽ ഉൽപാദനം കുറഞ്ഞതിന് വലിയ വർധനവ് കാരണമായി. കേരളത്തിൽ നിന്നും തമിഴ്നാട്, കർണാടക തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ചിരട്ട വലിയ തോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു. അവിടെയുള്ള വ്യവസായശാലകളിൽ ചിരട്ട ഉപയോഗിക്കുന്നതിലാണ് ഈ കയറ്റുമതി നടക്കുന്നത്. ഇത് പ്രാദേശിക വിപണിയിൽ ചിരട്ടയുടെ ലഭ്യത കുറയ്ക്കുന്നു. പഴയ കാലങ്ങളിൽ പാചക ആവശ്യങ്ങൾക്കും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്ന ചിരട്ട. ഇന്ന് പല പുതിയ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ചിരട്ട ഉപയോഗിക്കുന്നു. ചിരട്ട കൊണ്ടുള്ള പാത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് വലിയ വിപണിയുണ്ട്. ചിരട്ട ഒരു മികച്ച ജൈവ ഇന്ധനമാണ്. ഉയർന്ന കലോറി മൂല്യമുള്ളതിനാൽ ഇത് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ചിരട്ടപ്പൊടി മണ്ണിൽ ചേർത്താൽ ജലം നിലനിർത്താനും മണ്ണിലെ സൂക്ഷ്മജീവികളെ സംരക്ഷിക്കാനും സഹായിക്കും. ഇതൊരു മികച്ച ജൈവവളമായി ഉപയോഗിക്കാം. ചിരട്ട കൊണ്ടുള്ള കപ്പുകൾ, സ്പൂണുകൾ, പാത്രങ്ങൾ തുടങ്ങിയവ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഭാവി സാധ്യതകൾ, നിലവിലെ പ്രവണതകൾ സൂചിപ്പിക്കുന്നത് ചിരട്ടയുടെ ആവശ്യകത ഇനിയും വർദ്ധിക്കുമെന്നാണ്. ഇത് ചിരട്ടയുടെ വാണിജ്യ മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ചിരട്ട ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും പുതിയ വ്യവസായ സാധ്യതകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. നാളികേര കർഷകർക്ക് ചിരട്ടയുടെ വിലവർധനവ് ഒരു അധികം വരുമാനം നേടാൻ സഹായിക്കുന്ന ഒരു നല്ല കാര്യമാണ്. ഇത് കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും നാളികേര ഉൽപാദന മേഖലയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകാനും സഹായിച്ചേക്കാം.